നമസ്കാരം. പ്രധാന വാർത്തകൾ. സീനിയർ സിറ്റിസൺ വെൽഫെയർ സഹകരണ സംഘം പണി കഴിപ്പിച്ചിട്ടുള്ള പകൽ വീടിന്റെ താക്കോൽ ദാനം 23-ന്. രാജ്യത്തെ ഇളക്കിമറിച്ച കുംഭകോണങ്ങളെല്ലാം കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നടത്തിയതാണെന്ന് കാനം രാജേന്ദ്രൻ. കാർസ് ഗ്രീൻ ഫെസ്റ്റിൽ മണ്ണ് ജലപരിശോധന ലാബിന്റെ പ്രവർത്തനം തുടങ്ങി. വാർത്തകൾ വിശദമായി. തൊടുപുഴ സീനിയർ സിറ്റിസൺ വെൽഫെയർ സഹകരണ സംഘം പണി കഴിപ്പിച്ചിട്ടുള്ള പകൽ വീടിന്റെ താക്കോൽ ദാനം 23-ന് രാവിലെ 11-ന് നടക്കും. വെങ്ങല്ലൂരിന് സമീപമാണ് പകൽ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. സംഘത്തിന്റെ പ്രഥമ സംരംഭമാണ് പകൽ വീടെന്ന് പ്രസിഡന്റ് PJ ജോർജ് പറയുന്നിലം, VS ഹൈദരാലി, MK വേണുഗോപാൽ, MK കുരുവിള എന്നിവർ അറിയിച്ചു. നമ്മുടെ നാട്ടിൽ ധാരാളം വയോധികർ അവർക്ക് വേണ്ട ശുശ്രൂഷയോ അതല്ലെങ്കിൽ നമുക്ക് പറയാം അവർക്ക് വേണ്ട ശ്രദ്ധയോ കിട്ടാതെ ശ്രദ്ധ കൊടുക്കുവാൻ സമയമില്ലാതെ ധാരാളം വയസ്സായ ആൾക്കാർ വീടുകളിൽ വിരസമായി ജീവിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം പകരുവാനും അവരെ കർമ്മനിരതരാക്കുവാനും വേണ്ടിയാണ് ഇമാതിരി സൊസൈറ്റിയുടെ പ്രധാന ഉദ്ദേശം. രാജ്യത്തെ ഇളക്കിമറിച്ച കുംഭകോണങ്ങളെല്ലാം കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയതാണെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണകൂടം ജനങ്ങളുടെ താൽപര്യം മറക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. AIYF ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതി പുതിയ സാമ്പത്തിക നയങ്ങളുടെ കൂടപ്പറവാണ്. ആ അഴിമതി ഇന്ന് നമ്മുടെ രാജ്യത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആ അഴിമതിയുടെ കഥകൾ പുറത്തുകൊണ്ടുവരുന്നത് ആരാണ്? ഭരണഘടന കേന്ദ്രമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള CAG. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കുകൾ കൂട്ടുകയും കുറയ്ക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഈ റിപ്പോർട്ടെല്ലാം പുറത്തു കൊണ്ടുവരുന്നത്. ആ റിപ്പോർട്ടിൽ കാണുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൽക്കരിപ്പാടങ്ങളുടെ അഴിമതിയാണെങ്കിലും കൃഷ്ണ ഗോദാവരി ബേസിനിലെ ഗ്യാസിന് റിലയൻസിന് നൽകിയ സംബന്ധിച്ച പ്രശ്നമാണെങ്കിലും ഇതിന്റെ എല്ലാം പിന്നിൽ കോർപ്പറേറ്റ് താൽപര്യങ്ങളാണ് ഭരണകൂടങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോർപ്പറേറ്റ് താൽപര്യം സംരക്ഷിക്കുന്ന ഭരണകൂടം ജനങ്ങളുടെ താൽപര്യങ്ങൾ മറക്കുന്നു. ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ അവർക്ക് അശേഷം മനസ്സില്ല എന്നതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങളും നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. നമ്മുടെ രാജ്യത്തെ സാധാരണ കൃഷിക്കാരന്, ഇപ്പൊ ഇടുക്കിയിലെ ചെറുകിടൻ കൃഷിക്കാരനോ ഇടത്തരം കൃഷിക്കാരനോ അവന്റെ കാർഷിക വൃത്തിക്ക് അവനെ സഹായിക്കുന്ന വിധത്തിൽ വളത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ സബ്സിഡി നൽകുന്നതിന് ഈ ഭരണകൂടം എതിരാണ്. എന്നാൽ അതേസമയം ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ഈ ബഡ്ജറ്റിലും 5 ലക്ഷം കോടിയിലധികം രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. സ്വാഗത സംഘം ചെയർമാൻ K. സാലിംകുമാർ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, AIYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. രാജൻ, ജില്ലാ പ്രസിഡന്റ് VR പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് ആയുർവേദിക് റിസർച്ച് സെന്ററും സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷനും ചേർന്ന് സ്പോർട്സ് മെഡിസിൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫസ്റ്റ് എയ്ഡ്, ഇതര സ്പോർട്സ് മെഡിസിൻ തുടങ്ങിയവയിലാണ് പരിശീലനം നൽകിയത്. ഡോക്ടർ രാജേഷ് ആയിരുന്നു പരിശീലകൻ. ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്നുവരുന്ന കായിക പരിശീലനത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് നടന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ക്യാമ്പ് സന്ദർശിച്ചു. ആഴ്ച അവസാനം ഇത്തരത്തിലുള്ള വിവിധ ക്ലാസുകൾ പരിശീലന പരിപാടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മൾ കായിക പരിശീലനത്തോടൊപ്പം തന്നെ സ്പോർട്സ് മെഡിസിനും അതേപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് യോഗയെല്ലാം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോർട്സ് മെഡിസിൻ ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്.
കളിക്കുന്ന സമയങ്ങളിൽ ഗ്രൗണ്ടുകളിൽ പരിക്കുപറ്റി വീഴുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് എയ്ഡ് അവർ തന്നെ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാകുന്നതിനുള്ള ഒരു ക്ലാസ്സാണ് നടക്കുന്നത്. ആലപ്പുഴ ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ എം രാജേഷാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. എല്ലാ ശനി ദിവസങ്ങളിലും ഇതുപോലുള്ള ക്ലാസ്സുകളുണ്ടായിരിക്കുന്നതാണ്. ആഴ്ചയിൽ 5 ദിവസത്തോളം ഇവിടെ കായിക പരിശീലനം, 5ാമത്തെ ദിവസം വിവിധ വിഷയങ്ങളിലുള്ള യോഗ, ഫസ്റ്റ് എയ്ഡ്, ബേസിക് ലൈഫ് സപ്പോർട്ട്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ തുടങ്ങിയ പ്രാഥമിക വിഷയങ്ങളിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ ക്ലാസ്സുകളും നടന്നു. ഈ ക്യാമ്പിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷൻ്റെ ഭാരവാഹികളും സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെല്ലിലെ എല്ലാ ഡോക്ടർമാരും എല്ലാ ജീവനക്കാരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കും. SUCI പോളിറ്റ് ബ്യൂറോ അംഗം കൃഷ്ണ ചക്രവർത്തി ഏപ്രിൽ 24-ന് വൈകിട്ട് 5-ന് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സംസാരിക്കും. SUCIയുടെ 65ാമത് സ്ഥാപക വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം പ്രസംഗിക്കുന്നതെന്ന് നേതാക്കളായ ജെയ്സൺ ജോസഫ്, N വിനോദ് കുമാർ, സിബി സി മാത്യു, സിജു TC എന്നിവർ പറഞ്ഞു. സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗകനായി പങ്കെടുക്കുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ വിഭാഗമായ ഓൾ ഇന്ത്യ UTUCയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റുമായ ശ്രീ കൃഷ്ണ ചക്രവർത്തിയാണ്. അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ കർണാടക, കേരള, ആന്ധ്ര ഈ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിൽ SUCI സംഘടിപ്പിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട് അങ്ങനെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഈ സൗത്ത് ഇന്ത്യയിൽ വന്ന് ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന ആളാണ്. 100 കണക്കിന് ആളുകൾ ഇതിന്റെ സംഘാടകരായി, സമർപ്പിത പ്രവർത്തകരായി മുന്നോട്ട് വരും. ഈ പ്രസ്ഥാനം കേരളത്തിൽ ഈ കഴിഞ്ഞ കാലത്ത് ആഗോളവൽക്കരണത്തിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന നയങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ, അവരുടെ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ഇപ്പൊ ഇന്ത്യയിൽ, കേരളത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കൽ നടക്കുകയാണ്. BOT റോഡുകൾ വരികയാണ്. അതിനെതിരെ അവിടെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ SUCI NH17 ആക്ഷൻ കൗൺസിൽ എന്നൊരു കൗൺസിൽ രൂപീകരിച്ചു അതിന് തുടക്കം കുറിച്ചു. അതിനുശേഷം ധാരാളം ജനകീയ പ്രസ്ഥാനങ്ങൾ ആ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ പ്രസ്ഥാനങ്ങൾ എല്ലാം കൂടെ ചേരുന്ന ഒരു ജനകീയ മുന്നേറ്റമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷെ ആ പ്രവർത്തനത്തിൽ തുടക്കം കുറിച്ചതും ഇന്നും നിർണായകമായി പങ്കുവച്ച് നിലകൊള്ളുന്നത് SUCI. ചെങ്ങറയിൽ സമരം നടന്നപ്പോഴാകട്ടെ, ഇത് വിഴിഞ്ഞത്തായിക്കൊള്ളട്ടെ, ഇപ്പോൾ വിളപ്പിശാലയിലായിക്കൊള്ളട്ടെ, എവിടെയും മൂവ്മെന്റിന്റെ ഒരു ഫോഴ്സ് എന്ന നിലയിലാണ് SUCI പ്രവർത്തിക്കുന്നത്. മുന്നോട്ട് പോകും. AIYF ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തൊടുപുഴ ടൗൺ ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് VR പ്രമോദ് പതാക ഉയർത്തി. AIYF ദേശീയ ജനറൽ സെക്രട്ടറി P സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടന നടത്താൻ പോകുന്ന പ്രക്ഷോഭങ്ങൾക്കും ഇതര പരിപാടികൾക്കും കൂടുതൽ കരുത്തോടെ തയ്യാറെടുക്കുന്നതിനു വേണ്ടി പിന്നിട്ട കാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ശരിതെറ്റുകൾ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ദുർഘടമായ വ്യക്തിയുടെ ഭൂമിശാസ്ത്രം ഇവിടെ ഇന്നലെ പ്രകടനത്തിലും അതുപോലെ ഈ പ്രതിനിധി സമ്മേളനത്തിലുമൊക്കെയായി ധാരാളം സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു. ഞാൻ അവരെല്ലാം ഈ സംഘടനയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഭിമാനം പകരുന്ന ഒന്നാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട സംഘടിത യുവജന പ്രസ്ഥാനത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ച് ദീർഘമായി പറഞ്ഞു പോകണം ഈ സന്ദർഭത്തിൽ എന്ന് ഞാൻ ഇവിടെ IFS നേതാവ് PG അരുൺലാലിനെ യോഗത്തിൽ ആദരിച്ചു. കാർസ് ഗ്രീൻ ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള സൗജന്യ മണ്ണ് ജല പരിശോധന ലാബിന്റെ ഉദ്ഘാടനം പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെനീഷ് മാത്യു നിർവഹിച്ചു. PC അച്ഛൻകുഞ്ഞ് അധ്യക്ഷനായിരുന്നു. കൃഷിവകുപ്പ്, ജലവിഭവ വകുപ്പ്, അലാനോ അക്വാ സൊല്യൂഷൻ എന്നിവയാണ് ലാബിന് നേതൃത്വം നൽകുന്നത്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരു യുദ്ധമുണ്ടെങ്കിൽ അത് കുടിവെള്ളത്തിനാണ് എന്ന ഒരു ആപ്തവാക്യം ലോക സമൂഹത്തിൽ പല ഭാഗത്തുനിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന അമൃതായ കുടിവെള്ളത്തെ സംരക്ഷിക്കുവാനും അവയെ നിലനിർത്തുവാനുമുള്ള വലിയൊരു ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്
നമ്മുടെ ചുറ്റുപാടുമുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിച്ചുകൊണ്ട് അവയെ ഭാവി തലമുറയ്ക്ക് മുതൽക്കൂട്ടാക്കി വെക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം സ്വന്തം കടമയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വരും തലമുറയ്ക്കും നമ്മുടെ കാലഘട്ടത്തിന് ഇനിയുള്ള കാലഘട്ടങ്ങൾക്കുമൊക്കെ കുടിവെള്ളം ഏറ്റവും ലഭ്യമാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ അല്ലെങ്കിൽ കുടിവെള്ളം നമുക്കറിയാം, ദൈവം വരദാനമായി നൽകുന്ന ഈ കുടിവെള്ളത്തെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ്. അതിനെ നമ്മൾ ഏറ്റവും പക്വമായിട്ട് ഇടപെട്ട് ഏറ്റവും പക്വമായിട്ട് അതിനെ കാണണം എന്ന ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജലസ്രോതസ്സുകളുടെ വെള്ളത്തിന്റെ അവസ്ഥ എന്തെന്ന് നമുക്ക് പരീക്ഷണങ്ങളിലൂടെ ഇന്ന് നമുക്ക് ഇവിടെ അറിയുവാൻ കഴിയും. അതനുസരിച്ച് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കുടിവെള്ളത്തെ ലഭ്യമാക്കുവാനും കുടിവെള്ളത്തെ സംരക്ഷിക്കുവാനും ഒക്കെ ഒരു ഉറച്ച തീരുമാനം ഈ സെമിനാറിലൂടെ നമുക്ക് എടുക്കുവാൻ കഴിയും. മങ്കാട്ടിൽ ദേവസ്ഥാനം നൽകുന്ന പ്രഥമ സനാതന ധർമ്മരക്ഷാ പുരസ്കാരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ PK ശശികല ടീച്ചർക്ക് 11,111 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ഏപ്രിൽ 23 രാത്രി 7 മണിക്ക് മങ്കാട്ടിൽ ദേവസ്ഥാനത്തിൽ ചേരുന്ന യോഗത്തിൽ സമ്മാനിക്കും. പുരസ്കാര നിർണയ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് TK തുളസീധരൻ പിള്ള, ക്ഷേത്രാചാര്യൻ ദേവചൈതന്യ സ്വാമി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഈ വർഷം മുതൽ നടപ്പാക്കുന്ന സനാതന ധർമ്മ പുരസ്കാരം, ആ പ്രഥമ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് വിശ്വ പരിഷത്തിൻ്റെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി KP ശശികല ടീച്ചറാണ്. സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ മത സാമുദായിക രംഗത്ത്, സന്നദ്ധ സേവന രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഈ വർഷം മുതൽ തുടർന്നു വരുന്ന എല്ലാ വർഷവും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഈ അവാർഡ് നൽകുന്നതാണ്. അപ്പോൾ ഈ അവാർഡ് എന്ന് പറയുന്നത് 11,111 രൂപയും പ്രശസ്തി ഫലകവും ഉൾക്കൊള്ളുന്നതാണ്. ഹിന്ദു സനാതന ധർമ്മ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീമതി KP ശശികല ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ടീച്ചറിൻ്റെ മുൻകൈ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ ഇടപെടലുകളിൽ സന്നദ്ധ മേഖലയിലുള്ള ടീച്ചറുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം, അതുപോലെ തന്നെ ഹിന്ദു സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സംഘടനകൾ, ആ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ മാർഗനിർദ്ദേശങ്ങളുടെ തലത്തിലുള്ള ഇടപെടലുകളും ഒക്കെയാണ് KP ശശികല ടീച്ചറിനെ ഈ അവാർഡിന് ആയി തിരഞ്ഞെടുത്തത്. ഇടുക്കി ജില്ലയിലെ ഹോമിയോ ഡോക്ടർമാരുടെ കുടുംബസംഗമം ഏപ്രിൽ 21 2:30 IMA ഹാളിൽ നടക്കും. ഈസ്റ്റ് കലൂർ പയ്യാവു ഹനുമാൻ ജയന്തി ഉത്സവം ഏപ്രിൽ 25 ആഘോഷിക്കും. ചെസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ ചെസ് മത്സരം ഞായറാഴ്ച രാവിലെ 10 മുതൽ തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. മുതലിയാർ മഠം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഏപ്രിൽ 21 ആഘോഷിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സീനിയർ സിറ്റിസൺ വെൽഫെയർ സഹകരണ സംഘം പണി കഴിപ്പിച്ചിട്ടുള്ള പകൽ വീടിന്റെ താക്കോൽ ദാനം 23. രാജ്യത്തെ ഇളക്കിമറിച്ച കുംഭകോണങ്ങളെല്ലാം കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നടത്തിയതാണെന്ന് കാനം രാജേന്ദ്രൻ. കാർസ് ഗ്രീൻ ഫെസ്റ്റിൽ മണ്ണ് ജലപരിശോധന ലാബിന്റെ പ്രവർത്തനം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.